രോഹിത് ശർമ്മയെ ക്യാപ്റ്റനും ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനുമാക്കി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയും അജിത് അഗർകർക്ക് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്ന സൂചനകളെല്ലാം ശരിവെക്കുന്നതായിരുന്നു ഇന്ത്യൻ ടീമെന്ന് നിസ്സംശയം പറയാം. ചില താരങ്ങളുടെ കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. ഫോമിനേക്കാൾ അനുഭവ സമ്പത്തിനും പ്രാധാന്യം നൽകിയുള്ള ഒരു ടീമിനെയാണ് ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ടീം തീർച്ചയായും സ്ഥാനം അർഹിച്ച ചില കളിക്കാർക്ക് നേരെ സെലക്ഷൻ കമ്മിറ്റിയും ടീം മാനേജ്മെൻറ്റും കണ്ണടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ആരൊക്കെയെന്ന് നോക്കാം. മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസനാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെ താരം. നിലവിലെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ ഫോം പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവേണ്ടിയിരുന്നത് അദ്ദേഹമാണ്. പക്ഷേ സഞ്ജുവിനെ തഴഞ്ഞ സെലക്ടർമാർ കെ രാഹുലിനെയും ഋഷഭ് പന്തിനെയുമാണ് വിക്കറ്റ് കീപ്പർമാരായി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷാവസാനത്തോടെ കളിച്ച 2 2020 പരമ്പരകളിലായി 3 സെഞ്ചുറികളുമായി മിന്നിച്ച സഞ്ജു ഇപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഫോം ചാമ്പ്യൻ ട്രോഫിയിൽ ഇന്ത്യ തീർച്ചയായും മുതലാക്കേണ്ടിയിരുന്നു. പക്ഷേ സഞ്ജുവിൻ്റെ ഈ പ്രകടനങ്ങളെല്ലാം സെലക്ടർമാർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. ഏകദിനത്തിൽ കളിക്കാൻ അവസരം ലഭിച്ചപ്പോഴെല്ലാം അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം. 16 ഏകദിനങ്ങളിലാണ് സഞ്ജു ഇതിനകം കളിച്ചത്. ഇവയിൽ നിന്നും 56.66 എന്ന കിടിലൻ ശരാശരിയിൽ 510 റൺസും താരം അടിച്ചെടുത്തു. 1 സെഞ്ചുറിയും 3 ഫിഫ്റ്റികളും അടക്കമാണിത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ അവരുടെ നാട്ടിൽ 2023 സഞ്ജുവിൻ്റെ മാച്ച് വിന്നിംഗ് സെഞ്ചുറി. മറുനാടൻ മലയാളി താരവും മധ്യനിര ബാറ്ററുമായ കരുൺ നായരാണ് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാതെ പോയ മറ്റൊരു നിർഭാഗ്യവാനായ താരം. നിലവിൽ അദ്ദേഹം ഒരു ഫോർമാറ്റിലും ദേശീയ ടീമിൻ്റെ ഭാഗമല്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന വിജയ് ഹസാര ട്രോഫി ഏകദിന ടൂർണമെൻറ്റിൽ കരുണിൻ്റെ അവിശ്വസനീയമായ പ്രകടനം എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും. ചാമ്പ്യൻസ് ട്രോഫിയും ഏകദിന ഫോർമാറ്റിലുമായതിനാൽ തന്നെ വിജയ് ഹസാര ട്രോഫിയിലെ പ്രകടനങ്ങളും സെലക്ഷൻ കമ്മിറ്റി കുറെ കൂടി ഗൗരവത്തിൽ എടുക്കേണ്ടതായിരുന്നു. വിദർഭയുടെ ക്യാപ്റ്റൻ കൂടിയായ കരുൺ 9 ഇന്നിംഗ്സുകളിൽ നിന്നും 752 എന്ന ഞെട്ടിക്കുന്ന ശരാശരിയിൽ വാരിക്കൂട്ടിയത് 752 റൺസാണ്. 5 സെഞ്ചുറികളും 1 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടും. അതുമാത്രമല്ല കളിച്ച 7 ഇന്നിംഗ്സിൽ 6ലും കരുൺ നോട്ട് ഔട്ട് ആയിരുന്നു എന്നതാണ് മറ്റൊരു അതിശയിപ്പിക്കുന്ന കാര്യം. US ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ 15-അംഗ ടീമിൽ ഇടം ലഭിക്കാതെ പോയിട്ടുള്ള മറ്റൊരു നിർഭാഗ്യവൻ. ടൂർണമെൻറ്റിലെ 3 റിസർവ് കളിക്കാരുടെ ലിസ്റ്റിൽ താരം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും 15 സ്ക്വാഡിലെ ആരെങ്കിലും പിന്മാറിയാൽ മാത്രമേ പ്രധാന ടീമിലെത്തുകയുള്ളൂ. എന്നാൽ ഇതിനുള്ള സാധ്യത തീരെ കുറവാണെന്ന് തന്നെ പറയാം. കടുപ്പമേറിയ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ കൂടുതൽ റൺസ് അടിച്ചെടുത്ത 2ാമത്തെ താരമായിരുന്നു നിതീഷ്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻ ട്രോഫിയിലും 15-അംഗ സ്ക്വാഡിൽ തന്നെ മീഡിയം പേസറും സ്ഥാനമർഹിച്ചിരുന്നു. പക്ഷേ സെലക്ടർമാർ അദ്ദേഹത്തെ പ്രധാന ടീമിലേക്ക് പരിഗണിക്കാതെ റിസർവ് ലിസ്റ്റിലേക്ക് ഒതുക്കുകയായിരുന്നു.